2012 ഓഗസ്റ്റ് 22 ഡബ്ലിൻ സാൻഡി മൗണ്ടിൽ താമസിച്ചിരുന്ന 36 വയസ്സുള്ള എലൈൻ ഒഹാര കാണാതായി. എലൈൻ ഒരു ചൈൽഡ് കെയർ വർക്കറായിരുന്നു. അവൾക്ക് മുമ്പ് മാനസികാരോഗ്യ പ്രശ്നങ്ങളും സെൽഫ് ഹാം ഹിസ്റ്ററിയും ഉണ്ടായിരുന്നതിനാൽ ഗാർഡ് ആദ്യം ഇത് ഒരു മിസ്സിംഗ് പേഴ്സൺ കേസായിട്ടാണ് അന്വേഷിച്ചത്. അവൾക്ക് അപകടം സംഭവിച്ചിരിക്കാമോ അതോ അവൾ സ്വമേധയാ പോയതാണോ എന്നതായിരുന്നു ആദ്യ അന്വേഷണം. എലൈനെ അവസാനമായി ജീവനോടെ കണ്ടത് ഷങ്കാന പാർക്ക് ഷാങ്കിൽ ഡബ്ലിൻ പ്രദേശത്താണ്. അവളുടെ കുടുംബവും സുഹൃത്തുക്കളും അവളെ കണ്ടെത്താൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ മാസങ്ങളായി മാറി. എലൈനെ കണ്ടെത്താനായില്ല. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ 2013 സെപ്റ്റംബർ മാസത്തിൽ വിക്ലോയിലെ വാട്ടർ റിസർവയർ സമീപത്ത് ചില വസ്തുക്കൾ കണ്ടെത്തി. അവയിൽ എലൈനുമായി ബന്ധപ്പെട്ട സാധനങ്ങളും മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. ഈ കണ്ടെത്തൽ കേസിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറി. ഒരു മിസ്സിംഗ് പേഴ്സൺ കേസായിരുന്ന അന്വേഷണം ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് മാറി. കാരണം ഫോണുകളിലെ വിവരങ്ങൾ, മെസ്സേജസ്, കമ്മ്യൂണിക്കേഷൻസ് എന്നിവ പരിശോധിച്ചപ്പോൾ ഗാഡയ്ക്ക് എലൈന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ആ പേര് ഗ്രഹാം ഡ്വയർ. 2013 സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഡബ്ലിൻ മൗണ്ടൻസിലെ കില്ലാക്കി പ്രദേശത്ത് ഒരു ഡോഗ് വാക്കർ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഗാർഡ് സ്ഥലത്തെത്തി ഫോറൻസിക് എക്സാമിനേഷൻ നടത്തി അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തി. DNA ഫലങ്ങൾ സ്ഥിരീകരിച്ചു അത് എലൈൻ ഒഹാരയുടെ റിമെയിൻസ് ആയിരുന്നു. ഒരു വർഷത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനു ശേഷം കുടുംബത്തിന് സത്യം ലഭിച്ചു. പക്ഷേ അതൊരു വലിയ വേദനയുള്ള സത്യമായിരുന്നു. എലൈൻ ജീവനോടെ ഇല്ലായിരുന്നു. അതോടെ ഗാർഡയുടെ അന്വേഷണം മിസ്സിംഗ് പേഴ്സൺ ടു മർഡർ ഇൻവെസ്റ്റിഗേഷൻ എന്നായി മാറി. ഗ്രഹാം ഡോയർ എങ്ങനെ അന്വേഷണത്തിൽ കുടുങ്ങി? ഗ്രഹാം ഡോയർ ഒരു ഡബ്ലിൻ ആർക്കിടെക്ട് ആയിരുന്നു. പുറമേ നോക്കുമ്പോൾ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാൾ, പ്രൊഫഷണൽ, വിവാഹിതൻ, കുടുംബമുള്ള വ്യക്തി. എന്നാൽ എലൈനും ഗ്രഹാനും ഇടയിൽ ഓൺലൈൻ വഴി ഒരു ബന്ധമുണ്ടായിരുന്നു. ഗാർഡ് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് പരിശോധിച്ചു. അന്വേഷണത്തിൽ എലൈന്റെയും ഗ്രഹാമിന്റെയും ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചു. കോൾ റെക്കോർഡ്സ്, മെസ്സേജസ്, ലൊക്കേഷൻ ഡാറ്റ എന്നിവ പരിശോധിച്ചു. ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയും പരിശോധിച്ചു. കൂടാതെ ഗാർഡ് എലൈനെ കാണാതായ ദിവസം മുതൽ അവൾ എവിടെയായിരുന്നു, ആരുമായി ബന്ധപ്പെട്ടോ, ഗ്രഹാമിന്റെ മൊമെന്റ്സ് എന്തായിരുന്നു എന്നിവ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. 2015 സെൻട്രൽ ക്രിമിനൽ കോർട്ടിൽ ഗ്രഹാം ഡോയറിന്റെ വിചാരണ ആരംഭിച്ചു. പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത മർഡർ ആണെന്നും ഗ്രഹാം എലൈന്റെ വൾണറബിലിറ്റി ഉപയോഗിച്ചുവെന്നുമായിരുന്നു. ഗ്രഹാം ഡോയറും എലൈനും ഓൺലൈൻ വഴി പരിചയപ്പെട്ടു. അവരുടെ ബന്ധം സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല. കോർട്ടിൽ പുറത്തുവന്ന തെളിവുകൾ പ്രകാരം അവരുടെ ബന്ധത്തിൽ BDSM, അതായത് ബോണ്ടേജ്, ഡോമിനൻസ്, സബ്മിഷൻ, സാഡോമസോക്കിസം എന്ന സെക്ഷൽ സബ് കൾച്ചറിന്റെ ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. ഗ്രഹാമിന്റെ വയലന്റ് സെക്ഷൽ ഫാന്റസീസ് കൂടുതൽ അപകടകരമായ രൂപത്തിലേക്ക് മാറിയെന്നാണ് അവരുടെ വാദം. ഈ കേസിൽ എല്ലാവരെയും ഞെട്ടിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു അമേരിക്കക്കാരിയായ ഡാർസി ഡേയ്. അവൾ ഗ്രഹാമിനെ ഓൺലൈൻ വഴി പരിചയപ്പെട്ടിരിക്കുന്നു. ട്രയലിൽ വീഡിയോ ലിങ്ക് വഴി അവൾ കോടതിയിൽ മൊഴി നൽകി പറഞ്ഞത് ഗ്രഹാം തന്റെ വയലന്റ് ഫാന്റസീസിനെ കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും എലൈനെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും ആയിരുന്നു. എന്നാൽ ഡാർസിയുടെ പറഞ്ഞത് അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നായിരുന്നു. എന്നാൽ ഗ്രഹാം ഡോയർ കുറ്റം നിഷേധിച്ചു. അവൻ എലൈനെ കൊന്നിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ തെളിവുകൾ മതിയായതല്ലെന്നും ഡിഫൻസ് വാദിച്ചു. പക്ഷേ ജൂറി പ്രോസിക്യൂഷൻ തെളിവുകൾ അംഗീകരിച്ചു. 2015 മാർച്ച് 27 ഗ്രഹാം ഡോയർ മർഡറിൽ ഗിൽറ്റി എന്ന് കണ്ടെത്തപ്പെട്ടു. അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് ശിക്ഷ ലഭിച്ചു. ശിക്ഷാവിധിക്ക് ശേഷം ഗ്രഹാം ഡോയർ കൺവിക്ഷൻ ചോദ്യം ചെയ്ത് അപ്പീൽ നടത്തി. പ്രധാനമായും മൊബൈൽ ഫോൺ എവിഡൻസ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളായിരുന്നു. എന്നാൽ കൺവിക്ഷൻ നിലനിന്നു. ഗ്രഹാം ഡോയർ ഇപ്പോഴും അയർലൻഡിൽ ലൈഫ് സെന്റൻസ് അനുഭവിക്കുകയാണ്. അയർലൻഡിലെ പ്രധാന വാർത്തകളും യഥാർത്ഥ കുറ്റാന്വേഷണ കേസുകളും മലയാളത്തിൽ അറിയാൻ ലൈഫ് ഇൻ അയർലൻഡ് ഫോളോ ചെയ്യൂ. ഞാറിനി, നന്ദി.